പ്രചാരണം പാരമ്യത്തിലെത്തി നിൽക്കെ വിവാദങ്ങളിൽ ഉൾപ്പെടെ 24 മനസ്സ് തുറന്നിരിക്കുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് KC വേണുഗോപാൽ പറയുന്നു. 24ന്റെ KC വിത്ത് SKN എന്ന പരിപാടിയിലായിരുന്നു ഈ പ്രതികരണം. നിർമ്മാണ ഏജൻസിയെ ഏൽപ്പിച്ചെന്നും പിരിച്ച പണത്തിന് കണക്കുണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. എനിക്കൊന്ന് ഒരു നാഷണൽ ലീഡർ എന്നുള്ള നിലയിൽ KCക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ KCക്ക് എന്നോട് പറയാൻ പറ്റുമോ, ഈ വീടിന്റെ നിർമ്മാണം എപ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും? 6 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇരിക്കും. ഇരുന്നോ അച്ഛാ, വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം ആവശ്യത്തിന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. സ്ഥലം വാങ്ങിക്കാൻ ആ സ്ഥലത്തിന് തന്നെ പിരിച്ചതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞു. നമ്മള് അതിന്റെ കണക്കുണ്ടെന്ന് വ്യക്തമായിട്ട് ബാങ്കിൽ കൃത്യമായി നല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഏത് ഏജൻസിയും ഓപ്പൺ പുസ്തകമാണ്. ഇത് ഒരു ഇലക്ഷൻ ആയുധമാക്കിയിട്ട് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അകലെയാണത്, ദൂരവും. മറ്റു വിഷയങ്ങളിലും ഉണ്ടായി പ്രതികരണം. CPIM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. തിളക്കമാർന്ന വിജയത്തോടെ UDF അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വൈകാരികമെന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. ഈ കേരളത്തിൽ ഇപ്പം CPM-ഉം BJP-യും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും KC അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ലാതെ തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത് നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ട് കിടന്നത്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ അഭിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുൾ ആണ്. KC വിത്ത് SKN എന്ന അഭിമുഖ പരിപാടിയിലായിരുന്നു KC വേണുഗോപാലിന്റെ ഈ പ്രതികരണം. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരാണ് KCയുമായി സംസാരിച്ചത്. R ശ്രീകണ്ഠൻ നായർ തത്സമയം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. SKN വെൽക്കം. SKN വളരെ വ്യക്തമായി തന്നെ ചില വിഷയങ്ങളിൽ KC വേണുഗോപാൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. യെസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, കൃത്യമായ കണക്കിനപ്പുറത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്നതിലടക്കം കൃത്യമായ വ്യക്തതയോടെ കൂടിയാണോ KC വേണുഗോപാൽ സംസാരിച്ചത്? അദ്ദേഹത്തിന് ഈ അഭിമുഖത്തിൽ ഉടനീളം അദ്ദേഹത്തിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഈ മുണ്ടക്കൈ ചൂരൽമല ഈ ആരോപണം, അതായത് പണം പിരിച്ചിട്ട് കെട്ടിടം നിർമ്മിച്ച് നൽകാൻ കോൺഗ്രസ് താല്പര്യം കാണിച്ചില്ല, പണം മുക്കി എന്നൊക്കെ പറയുന്ന ആരോപണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചൂടുവേളയിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഈ പണമെല്ലാം ബാങ്കിലുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, അതൊക്കെ ഒരു തുറന്ന പുസ്തകം തന്നെയാണ്. മാത്രമല്ല 6 മാസത്തിനകം ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കും, ഇവർ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞാൽ അത്രയും കെട്ടിടങ്ങളുടെയും പണി പൂർത്തിയാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കണം, നമുക്ക് ഇരിക്കാം, അത്രയ്ക്ക് ഉറപ്പിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ KC മറുപടി പറഞ്ഞു. KC വേണുഗോപാലിൻ്റെ ഇന്നത്തെ മറ്റൊരു കാര്യം, അതായത് VD സതീശൻ 100-ലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം എന്നോട് തന്നെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി. അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കുറിച്ച് ഇമോഷണലായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ 80 സീറ്റുകളിൽ കൃത്യമായിട്ട് ജയിക്കുന്ന സീറ്റുകൾ കേരളത്തിലുണ്ടെന്നും മറ്റുള്ള 20 സീറ്റുകൾ കൂടി ലഭിക്കുമ്പോൾ 100 സീറ്റിൽ UDF അധികാരത്തിലെത്തും എന്ന് അദ്ദേഹം വളരെ വ്യക്തതയോടെ പറയുകയുണ്ടായി. മാത്രമല്ല ഈ കേരളത്തിൽ ഈ BJP CPM തമ്മിലുണ്ടെന്ന് പറയുന്ന ഡീല് അങ്ങനെ ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം കോൺഗ്രസിനെ പുറത്താക്കി നിർത്തിയാൽ BJP കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നുള്ള ചിന്തയിൽ അവർ ആ വഴിക്ക് നീങ്ങുകയാണ്. അത്തരമൊരു ഡീല് കേരളത്തിൽ നിലനിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ സീറ്റുകൾ എന്തിനാണ് 2020 കൈമാറിയത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു. തൃപ്പൂണിത്തുറ പോലുള്ള ചില മണ്ഡലങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ പല കാര്യത്തിലും ക്ലാരിറ്റി നൽകുന്ന ഒരു അഭിമുഖമാണ് അദ്ദേഹം ഞാനുമായി നടത്തിയത്. ഈ അഭിമുഖം നമ്മൾ മറ്റന്നാൾ, അതായത് ഈസ്റ്റർ ദിനത്തിൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പല കാര്യങ്ങളിലും KC വേണുഗോപാലിൻ്റെ നിലപാട് അറിയിക്കാം. ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് ചോദിച്ചു. ഈ സ്വർണം കെട്ടത് ആരപ്പ എന്ന് രാഹുൽ ഗാന്ധി സ്റ്റേജിൽ പാടിയത് വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഈ പാട്ട് പാടിപ്പിച്ചതും ഒക്കെ അങ്ങയുടെ കരവിരുതാണോ, കലാപരിപാടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല, രാഹുൽ ഗാന്ധി അങ്ങനെ മിസ്ലീഡ് ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്ന് മാത്രം അദ്ദേഹം അതിനകത്തും അദ്ദേഹം ഒരു ക്ലാരിറ്റി എടുത്തു. ഓവറോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്ന പല ആരോപണങ്ങളിലും വ്യക്തതയോടെ അദ്ദേഹം ഈ അഭിമുഖത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഒരു അവതാരകൻ എന്നുള്ളതിൽ എന്നെ സന്തോഷിപ്പിച്ചത്.
SKN, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ചർച്ചയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. നേരത്തെ വ്യക്തമാക്കിയതാണ്, എങ്കിൽ കൂടി അത് എപ്പോഴെങ്കിലും ഈ അഭിമുഖത്തിനിടയിൽ സംസാരിച്ചിരുന്നോ? അതിന് ഞാൻ ഈ അഭിമുഖത്തിൽ ആ ചോദ്യം ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഞാൻ VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിൽ നേതൃത്വതലത്തിൽ നല്ല ശകട നടക്കുന്നു എന്ന ഖ്യാതി പ്രചാരണം ഒക്കെ കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിലപാട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഞങ്ങൾ പല വേദികളും ഒന്നിച്ച് കാണാറുണ്ട്, ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ തമ്മിൽ തല്ലുന്നതായി കണ്ടിട്ടുണ്ട്. അത്തരമൊരു പ്രചാരണമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ആരോപണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് അദ്ദേഹം നിർദ്ദയം തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ഞാൻ ചോദിച്ചില്ല. കാര്യം അത് പലതവണ ചോദിച്ചപ്പോഴും KCക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും, ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കും. ആ പതിവ് റിപ്ലൈ വീണ്ടും വരും എന്നതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം തന്നെ ആ ചോദ്യം ഒഴിവാക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.